പേപ്പർ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊരു കോടതി കേസിൻ്റെ തുടർച്ച എന്നവണ്ണമാണ് ആ പേപ്പർ വർക്കുകൾ നടത്തിയത്. എന്തു തന്നെയായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടലുണ്ടായി. അത് ഗവൺമെൻറ്റിനോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ചു. ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർദ്ദകവീരനായ മധുബാബുവിനെതിരായി റിപ്പോർട്ട് കൊടുക്കുന്നതാണ് എൻ്റെ ആത്മവിശ്വാസം. കേസിൻ്റെ തുടർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 14 വർഷം കൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 14 വർഷവും ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സൗഹൃദ ബന്ധങ്ങളെ ഇതിൽ പ്രതിയാക്കപ്പെട്ട ആൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് എന്നെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. വിവിധ സാമ്പത്തിക ഓഫറുകളുണ്ടായി, ഭീഷണിപ്പെടുത്തലുണ്ടായി. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ കേരള പോലീസിലെ ഏറ്റവും മർദ്ദക വീരനാണ് മധുബാബു. കേരള പോലീസ് ചരിത്രത്തിലെ ഏറ്റവും മർദ്ദക വീരനായ അടൂർ പ്രകാശിന് കേരള പോലീസ് ചരിത്രത്തിലെ ഏറ്റവും മർദ്ദക വീരനായ മധുബാബുവിനെതിരായ കർശന അച്ചടക്ക നടപടി ഉണ്ടാകണം. കാരണം അദ്ദേഹം SP പ്രൊമോഷൻ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരാൾ SP ആയി വന്നാൽ കേരളത്തിൻ്റെ ക്രമസമാധാന പരിപാലനം അട്ടിമറിക്കപ്പെടും. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനം മധുബാബു ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മധുബാബുവിനെ ഒരു തരത്തിലും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. കർശനമായ അച്ചടക്ക നടപടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി ഞാൻ ഉയർത്തി കാണിക്കുന്നത്. സെൻകുമാറിൻ്റെ ഒരു വിശദീകരണ പോസ്റ്റ് വന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം DGP ആയിരുന്ന സമയത്തല്ല ഇത്തരത്തിലൊരു റിപ്പോർട്ട് അദ്ദേഹത്തിന് മുമ്പായി സമർപ്പിക്കപ്പെട്ടത് എന്നുള്ള രീതിയിലാണ്. അതിന് തെളിവുകളും അദ്ദേഹം പറയുന്നുണ്ട്. ബെഹ്റ DGP ആയതിനു ശേഷമാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു വിഷയമാണ് വന്നത്? ഒന്ന്, അദ്ദേഹത്തിന് വാർദ്ധക്യത്തിൻ്റെതായ ഓർമ്മക്കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. സെൻകുമാർ സാറിൻ്റെ കാലത്താണ്, അദ്ദേഹം DGP ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ്, വിവരാവകാശ രേഖ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു ഈ കേസ് അട്ടിമറിച്ചതെന്നതിൻ്റെ രേഖ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ, ഫേസ്ബുക്ക് പേജിലൂടെ ഇട്ടിരുന്നു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് കുറേയേറെ ന്യായീകരണങ്ങൾ പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഓർമ്മയില്ല, ഈ സംഭവത്തിൻ്റെ കാലയളവിൽ അതായത് എന്നെ മർദ്ദിക്കപ്പെടുന്ന കാലയളവിൽ അദ്ദേഹം DGP ആയിരുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ആ കാലത്ത് DGP ആയിരുന്നു, അദ്ദേഹമാണ് ഈ കേസ് അട്ടിമറിച്ചത് എന്നുള്ള തെളിവ് ഞാൻ കൊടുത്തപ്പോൾ അദ്ദേഹം പിന്നീട് ഉരുണ്ട് കളിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ സഖാവായ ബെഹ്റ എന്തുകൊണ്ട് ഈ കേസിൽ നടപടി എടുത്തില്ല എന്നൊക്കെയാണ് അദ്ദേഹം ന്യായമായി പറഞ്ഞത്, ന്യായം കണ്ടെത്തി പറഞ്ഞത്. എന്നാൽ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത്. അദ്ദേഹം ഈ കേസ് അട്ടിമറിക്കാനും പ്രതിയെ സഹായിക്കാനും കൂട്ടുന്നതിനുള്ള തെളിവ് ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസ് ചരിത്രത്തിലെ ഏറ്റവും ക്രിമിനൽ പശ്ചാത്തലമുള്ള മധുബാബുവിൻ്റെ കേസ് അട്ടിമറിച്ചതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുകൂടി അറിയാൻ വ്യക്തിപരമായി എനിക്ക് താല്പര്യം ഉണ്ട്. കഴിഞ്ഞ ദിവസം ജോയലിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം ഉണ്ടായിരുന്നു. ജോയല് പോലീസ് മർദ്ദനമേറ്റല്ല, ഹൃദയാഘാതം മൂലം ആണ് മരിച്ചത്. പക്ഷേ ഹൃദയാഘാതമാണ് മരണകാരണമെങ്കിൽ പോലും അദ്ദേഹത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് പോലീസ് മർദ്ദനമാണ്. അപ്പോൾ പോലീസിനെ ന്യായീകരിക്കാനുള്ളൊരു നീക്കമല്ലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു? ജോയലിനെ വ്യക്തിപരമായി എനിക്ക് പരിചയമുണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകനാണ് ജോയൽ ഇടക്കാലത്ത് സംഘടനാ നടപടിക്ക് വിധേയമായി ജോയൽ പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. അതിന് പാർട്ടി അനുഭാവിയായി തന്നെ ജോയൽ തുടർന്നു പോവുകയായിരുന്നു. എന്നിട്ട് ഇടക്കാലത്ത് ജോയലിൻ്റെ അയൽവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു തർക്കത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോവുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോയലിന് മർദ്ദനം കിട്ടി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണകാരണമാണ് ആ മർദ്ദനമെന്നുള്ളത് ഞാൻ